കേൾവിക്കുറവ് കണ്ടെത്തിയ ശേഷം അതിനുള്ള റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഓഡിയോളജിസ്റ്റിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ വരുന്നതാണ്. ഓഡിയോളജിസ്റ്റ് കേൾവിക്കുറവ് കണ്ടെത്തി, കുട്ടിയിലായിക്കോട്ടെ മുതിർന്നവരിലായിക്കോട്ടെ, അതിനുശേഷം എവിടുത്തെ പ്രോബ്ലം കൊണ്ടാണ്, ഇതിന് ടെക്നിക്കലായിട്ട് ഞങ്ങൾ പറയുന്ന വാക്ക് സൈറ്റ് ഓഫ് ലീഷൻ എന്നാണ്. സൈറ്റ് ഓഫ് ലീഷൻ ടെസ്റ്റ്. ചെവിയുടെ ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ കേൾവിക്കുറവുണ്ടായത് എന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, അതായത് പെർമനൻ്റ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യുന്നത് ശ്രവണസഹായിയാണ്. ശ്രവണസഹായി പല സൈസിലും പല കപ്പാസിറ്റിയുമുള്ള ശ്രവണസഹായികളുണ്ട്. അതുകൂടാതെ ചെവിയുടെ വെളിയിലിരിക്കുന്നതുണ്ട്, ചെവിയുടെ ഉള്ളിലിരിക്കുന്നതുണ്ട്. ഈ ശ്രവണസഹായി ഏത് തരത്തിലുള്ള ശ്രവണസഹായി ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അത് രണ്ട് വ്യക്തികളാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി തീരുമാനമെടുക്കേണ്ടത്. ഇതിനെ പറ്റിയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള നോളജുള്ള വ്യക്തികളാണ്. വർഷങ്ങൾ യൂണിവേഴ്സിറ്റിയിലൂടെ പഠിച്ചാണ് ഒരു ഓഡിയോളജിസ്റ്റായി ആകുന്നത്. അതിനുശേഷം ഒത്തിരി നാളത്തെ പ്രാക്ടീസും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഓഡിയോളജിസ്റ്റിന് ഈ കേൾവിക്കുറവ് എന്ത് കാര്യമുണ്ട്, അത് ഏത് ഭാഗത്തെ പ്രശ്നം കൊണ്ടാണ് കേൾവിക്കുറവ് ഉണ്ടായത്, അതിനുശേഷം ഇതിനുള്ള മാനേജ്മെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പം വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങൾ ക്ലയൻ്റാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഏത് വിലയിലുള്ള ശ്രവണസഹായം വേണം, എൻ്റെ അഫോർഡബിലിറ്റി, എനിക്കിപ്പോൾ 10,000 രൂപയെ താങ്ങാനുള്ള ശേഷിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപയോ എൻ്റെ കയ്യിലുള്ളൂ, എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ശ്രവണസഹായം വേണമെന്നുള്ള അൾട്ടിമേറ്റ് തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. സ്വാഭാവികമായും വില കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സുകൾ കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ സാധ്യതകൾ, ശ്രവണസഹായയുടെ സാധ്യതകൾ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം ചെവിയുടെ മധ്യഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായതെങ്കിൽ, കേൾവിക്കുറവുണ്ടായതെങ്കിൽ സാധാരണഗതിയിൽ ഞങ്ങൾ മെഡിക്കൽ മാനേജ്മെൻറ്റിന് വേണ്ടി ഒരു ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യും. അപ്പോൾ ENT സ്പെഷ്യലിസ്റ്റ് നോക്കിയ ശേഷം സർജറിയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ സർജറിയിലൂടെ പരിഹരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊണ്ടോ മെഡിക്കേഷനോ കൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് പരിഹരിക്കും. ഇത് രണ്ടും കൊണ്ട് പരിഹരിക്കാൻ പറ്റിയില്ല എങ്കിൽ കേൾവി കൂട്ടേണ്ടത് ആവശ്യകതയാണ്. നമ്മുടെ സമൂഹ ജീവി എന്ന നിലയിൽ നമുക്ക് മറ്റുള്ളവരെ നല്ല രീതിയിൽ ശ്രവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ശ്രവണസഹായം കൊണ്ട് തന്നെ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ഈ കേൾവിക്കുറവിൻ്റെ കാഠിന്യത്തെ ഞങ്ങൾ പറയുന്നത് പല ക്ലാസിഫിക്കേഷനുണ്ട്. ഈ കേൾവിക്കുറവിന് നമ്മൾ ശതമാനത്തിലല്ല ഈ കേൾവിക്കുറവ് പറയുന്നത്. ഈ 0 മുതൽ 20 വരെയാണ് കേൾവിക്കുറവ്. ഡെസിബിലാണ് കേൾവിക്കുറവിനെ നമ്മൾ അതിനെ അളക്കുന്ന യൂണിറ്റ്, സൗണ്ടിനെ അളക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്. അപ്പോൾ 0 മുതൽ 20 വരെയാണെങ്കിൽ ഹിയറിംഗ് വിതിൻ നോർമൽ ലിമിറ്റ് എന്ന് പറയും. 20 മുതൽ 40 വരെയാണ് ഈ കേൾവിക്കുറവ് എങ്കിൽ, ഡെസിബൽ ആണെങ്കിൽ ഇതിനെ ഞങ്ങൾ മൈൽഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. 40 മുതൽ 55 വരെയാണെങ്കിൽ മോഡറേറ്റ്, 55 മുതൽ 70 വരെയാണെങ്കിൽ മോഡറേറ്റ്ലി സിവിയർ, 70 മുതൽ 90 വരെയാണെങ്കിൽ സിവിയർ, 90 കഴിഞ്ഞ് 90-നേക്കാളും വഷളാണെങ്കിൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് എന്ന് പറയും. അപ്പം ഈ കേൾവിക്കുറവിൻ്റെ കാഠിന്യം അനുസരിച്ച് ശ്രവണസഹായിയുടെ കപ്പാസിറ്റിയും കൂടിക്കൊണ്ട് വേണം ഇരിക്കാനായിട്ട്. കാരണം ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്ത് കുഞ്ഞു തുമ്പീനെ കൊണ്ട് കല്ലടിപ്പിച്ചിട്ടുള്ള പല വ്യക്തികളുമുണ്ട്. പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സ്മാർട്ട് ഫോൺ കൊണ്ടും അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കൊണ്ടാണ് മൊത്തം കളിക്കുന്നത്. പക്ഷേ പഴയ കാലത്ത് ഈ കുഞ്ഞു തുമ്പീനെ കൊണ്ട് നമുക്ക് കുഞ്ഞ് കല്ല് എടുപ്പിക്കാൻ പറ്റുള്ളൂ. വലിയ ആനത്തുമ്പീനെ കൊണ്ടാണെങ്കിൽ നമുക്ക് വലിയ വലിപ്പമുള്ള, നമുക്ക് ഇച്ചിരിയും കൂടെ കട്ടി കൂടിയ കല്ല് നമുക്ക് എടുപ്പിക്കാൻ സാധിക്കും. അപ്പം ഓരോ ശ്രവണസഹായിക്കും ഓരോ ഫിറ്റിംഗ് റേഞ്ച് ഉണ്ട്. അപ്പം കണ്ടമാനം കേൾവിക്കുറവാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ വളരെ ഹൈ പവർ ഹിയറിംഗ് എയ്ഡാണ്. അതിൻ്റെ വലിപ്പം കൂടുതലാണ്. കാരണം അതിൻ്റെ അകത്തിരിക്കേണ്ട ബാറ്ററിയുടെ സൈസും കൂടുതലാണ്. അതിൻ്റെ മെഷീൻ്റെ കപ്പാസിറ്റിയും സ്ട്രോങ് ആയിരിക്കണമല്ലോ. കാരണം അത്രയും ശബ്ദത്തെ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് ഈ വ്യക്തിക്ക് ഒഡിബിളാക്കി കേൾപ്പിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വലിപ്പം കൂടുന്നത്. ഇപ്പോൾ ഒരു മൈൽഡോ മോഡറേറ്റ്ലി സിവിയർ ആണെങ്കിൽ വളരെ സ്ലീക്കായിട്ട്, ഈവൻ CIC ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന വളരെ കുഞ്ഞ്, മറ്റുള്ളവർ ശ്രദ്ധിക്കുക പോലും ഇല്ലാത്ത ശ്രവണസഹായികൾ ഉണ്ട്. പിന്നെ ശ്രവണസഹായിക്കും സഹായിക്കാൻ പറ്റാത്ത കേൾവിക്കുറവാണ് എങ്കിൽ, അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസായി ശ്രവണസഹായി ട്രൈ ചെയ്തിട്ടും കുട്ടിക്ക് നല്ല രീതിയിലുള്ള സ്പീച്ച് ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ കൃത്യമായിട്ട് കുട്ടിക്ക് ഈ വാക്കുകളൊന്നും മനസ്സിലാകാതെ വരുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് ആണ്.
കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇയറാണ്. ഇത് കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ ഒരു കാൻഡിഡസി ക്രൈറ്റീരിയ ഉണ്ട്. അതായത് എങ്ങനെയുള്ള വ്യക്തികളിലാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റ് വെക്കേണ്ടത് എന്ന്. അതായത് ശ്രവണസഹായി വെച്ചിട്ടും കുട്ടിക്ക് നല്ല രീതിയിൽ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ വ്യക്തമായി മനസ്സിലാകാതെ വരുന്ന സാഹചര്യത്തിൽ അടുത്ത ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് കോക്ലിയർ ഇംപ്ലാന്റ് ആണ്. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ്. അതായത് അതിൻ്റെ അകത്ത് ENT സ്പെഷ്യലിസ്റ്റിൻ്റെ റോളുണ്ട്. അത് സർജറി നടത്തുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റ് പല പ്രാവശ്യം സർജറിയിലൂടെ ഫിറ്റ് ചെയ്തിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ സ്പെഷ്യലൈസേഷൻ അതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് വേണം കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്താൻ. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഈ ഇലക്ട്രോഡ് ആർട്ടിഫിഷ്യൽ ഇയർ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യും. അത് കോക്ലിയയിലോട്ടാണ്. അത് ഇലക്ട്രോഡ് അറേ 24 ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഇലക്ട്രോഡാണ് ടൈപ്പാണ്. അപ്പം അതിലോട്ട് കയറ്റിക്കുകയാണ്. അപ്പോൾ ഈ കോക്ലിയയിലോട്ട് ഇത് കയറ്റുമ്പോൾ ആ കോക്ലിയയിൽ ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ടാണ് ശ്രവണസഹായി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ കുട്ടിക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുവാണെങ്കിൽ ഒരു കാരണവശാലും കോക്ലിയർ ഇംപ്ലാന്റിലോട്ട് കടക്കരുത്. ശ്രവണസഹായി കൊണ്ട് ഹെൽപ്പ് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ സ്ട്രെയിറ്റ് അവേ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റിലോട്ട് കടക്കാൻ പറ്റും. അപ്പം ENT സ്പെഷ്യലിസ്റ്റ് സർജറി ചെയ്ത ശേഷം ഈ ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ സർജറിക്ക് ശേഷം ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് ഈ വ്യക്തി വരും. ഈ ഓഡിയോളജിസ്റ്റാണ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് ഉപയോഗിക്കുന്നത്. ഈ കോക്ലിയർ ഇംപ്ലാന്റിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പം മാപ്പിങ്ങിലൂടെ കറക്റ്റായിട്ടുള്ള 22 ഇലക്ട്രോഡുകളെ കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം ചെയ്യും. അതിൻ്റെ അകത്തൊരു സീരീസ് ഓഫ് പ്രോഗ്രാമിംഗ് ഉണ്ട്. അതായത് പല പ്രാവശ്യം ഈ കുട്ടി ഈ ഓഡിയോളജിസ്റ്റിനെ സമീപിക്കണം കറക്റ്റായ രീതിയിൽ ഈ കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. അത് ഓഡിയോളജിസ്റ്റിൻ്റെ റോള്. അടുത്ത റോൾ എന്ന് പറയുന്നത് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ റോളാണ്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയിലൂടെ വെച്ചാൽ കുട്ടി നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യത്തില്ല. അതിന് മാപ്പ് ചെയ്യണം. കറക്റ്റായിട്ടുള്ള രീതിയിൽ ഈ കോക്ലിയർ ഇംപ്ലാന്റ് മാപ്പ് ചെയ്യണം. അതിൻ്റെ കൂടെ ഇൻറ്റൻസായിട്ട് സ്പീച്ച് തെറാപ്പി ചെയ്യണം. അമ്മയെന്നോ അച്ഛനെന്നോ ഇങ്ങനെ വാക്കുകൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് വ്യക്തമായിട്ട് അത് പറഞ്ഞു തരും. ഇൻറ്റൻസായിട്ട് റെഗുലറായിട്ട് അവർ ചെയ്യണം. അതിൽ കൂടെ തന്നെ നമ്മുടെ പേരൻസും ഒത്തിരിയേറെ ശ്രമം എടുക്കണം. കുട്ടിയുടെ കൂടെ സമയം ചെലവഴിച്ച് ഓരോ വാക്കുകളും ഓരോ ശബ്ദങ്ങളും പറയുക, റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക. TV എന്ന് പറയുന്ന കാർട്ടൂണൊന്നും കണ്ടുകൊണ്ട് കാര്യമില്ല. അത് 1 വേ ടോക്കാണ്. നമ്മൾ 2 വേ കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇപ്പോഴത്തെ കാലത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. പേരൻസ് എല്ലാം ഭയങ്കര ബിസിയാണ്. അവർക്കാർക്കും കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. പക്ഷേ ഈ പാസീവായിട്ടുള്ള ലിസണിങ് കൊണ്ട് കുട്ടിയുടെ ഭാഷ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യത്തില്ല. പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കുട്ടിയോട് കളിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ എന്തുകാരം ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ന്യൂക്ലിയർ കുടുംബത്തിലോട്ട് നമ്മളായിപ്പോയി. അപ്പോൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ് കോക്ലിയർ ഇംപ്ലാന്റ് ഉള്ളത്. അപ്പം ENT സർജറി, ENT സ്പെഷ്യലിസ്റ്റ് സർജറിയിലൂടെ സർജറി ചെയ്യും. ഓഡിയോളജിസ്റ്റ് മാപ്പിങ് പല പ്രാവശ്യം ഈ കുട്ടികളിൽ ചെയ്യും. പിന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഇതാണ് ഈ 3 സ്പെഷ്യാലിറ്റി കമ്പൈൻഡാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അതിൽ ഭാഷ കുട്ടികളിലാണെങ്കിൽ കുഞ്ഞു കുട്ടികളിൽ ചെറുപ്പത്തിലെ തന്നെ ഈ കേൾവിക്കുറവ് കണ്ടെത്തി. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ഞാൻ 2 ആഴ്ച മുമ്പാണ് ഓസ്ട്രേലിയയിൽ ഈ കോക്ലിയർ ഇംപ്ലാന്റ് മാപ്പിങ്ങിൽ ഞാൻ ചെയ്തതാണ്. ഞാനും വേറൊരു ഓഡിയോളജിസ്റ്റും കൂടി ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു കുട്ടിയുടെ മാപ്പിംഗ് ചെയ്തതാണ്. നേരത്തെ തന്നെ 1 വയസ്സാകുന്ന കുട്ടിയിൽ പ്രൊഫൗണ്ട് ലോസ് ഉണ്ടോ എങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ചു. കുട്ടിക്ക് വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രയോജനമില്ല. അന്നേരം കാൻഡിഡസി ക്രൈറ്റീരിയ ഒരു കമ്പൈൻഡായിട്ട് എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്ത് ഫാമിലി ഇതിനെപ്പറ്റി നല്ല അവയർനെസ് കൊടുത്തു. ഇതിൻ്റെ ഔട്ട്കമ്മിനെ പറ്റിയിട്ടൊക്കെ അവരെ ബോധവാന്മാരാക്കി. അതിനുശേഷം അവർ ഓക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് സർജറി ചെയ്യുന്നു. ഈ കമ്പൈൻ അങ്ങനെ നേരത്തെ തന്നെ ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഈ കുട്ടികൾ നമ്മൾ സംസാരിക്കുന്ന പോലെ കുട്ടിക്ക് ഭാഷ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നേരത്തെ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ള ഇൻ്റർവെൻഷൻ നടത്തിയാൽ. ഇത് ലേറ്റായി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 25 വയസ്സുള്ള അല്ലെങ്കിൽ 30 വയസ്സുള്ള സംസാരിക്കാത്ത ഡെഫ് ആൻഡ് ഡംബ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചുകൊണ്ട് കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ബ്രെയിന് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതായത്
ഈ 5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഈ കുട്ടി, ഇപ്പം ഞാനൊരു മലയാളി അപ്പൻ്റെയും അമ്മൻ്റെയും മകനായിട്ട് ജനിച്ചു, മലയാള കുടുംബത്തിൽ വളർന്നു, അതുകൊണ്ട് എനിക്ക് മലയാളം സ്ഫുടതയോടുകൂടി പറയാൻ പറ്റും. ഞാൻ ഒരു തമിഴ് ഫാമിലിയിലാണ് എൻ്റെ ഒരു 0 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ജീവിക്കുന്നതെങ്കിൽ ഞാൻ നല്ല ഭംഗിയായിട്ട് തമിഴ് സംസാരിക്കും. ഒരു ഫ്രഞ്ചുകാരൻ്റെ വീട്ടിലാണ് ഞാൻ വളരുന്നതെങ്കിൽ ഞാൻ ഭംഗിയായിട്ട് ഫ്രഞ്ച് എന്ന ഭാഷ കൈകാര്യം ചെയ്യും. അതായത് ആ പ്രായത്തിൽ ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മൾ ഏത് കാര്യങ്ങളും നമ്മൾ അബ്സോർവ് ചെയ്യും. പ്രത്യേകിച്ച് ഭാഷ നമ്മളൊക്കെ മിമിക് ചെയ്യുന്നല്ലോ. നമ്മൾ മൃഗത്തിൻ്റെ ചില ക്വാളിറ്റീസ് നമുക്കുണ്ട്. കാണുമ്പോൾ നമ്മൾ മിമിക് ചെയ്യും, അതുപോലെ കേൾക്കുമ്പോൾ നമ്മൾ ആ വാക്കുകൾ മിമിക് ചെയ്യും. അങ്ങനെ നമ്മൾ മിമിക് ചെയ്താണ് ഈ കുട്ടികൾ ഭാഷ പറയുന്നത്. ഈ ബ്രെയിൻ്റെ ഈ പ്ലാസ്റ്റിസിറ്റി വളരെ ഹൈ ആയിട്ടുള്ള ആ ചെറുപ്പകാലം നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഷ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്കിനി ഒരു ജർമ്മൻ ലാംഗ്വേജോ വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജോ പഠിച്ചെടുക്കാം, പക്ഷേ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെയാണ് ഈ ചെറുപ്പത്തിലേ തന്നെ ഈ വൈകല്യം കണ്ടെത്തുക. കാരണം നമുക്ക് ഒബിയസ് ആയിട്ട് ഒരു ഒറ്റ നോട്ടത്തിൽ ഈ കേൾവിക്കുറവ് നമുക്ക് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓഡിയോളജിസ്റ്റിന് പറ്റും, കാരണം അവർക്ക് മെഷീൻസ് ഉണ്ട് ഇത് കണ്ടെത്താനായിട്ട്. അപ്പം ഈ വൈകല്യത്തെ നമ്മൾ വളരെ ലാഘവത്തോടുകൂടി കാണരുത്. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മൂത്ത കുട്ടി 3 വയസ്സുള്ളപ്പോൾ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇളയ കുട്ടി സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യം സംശയിക്കേണ്ടത് ഈ കുട്ടി നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടോ. കാരണം കേട്ടിരുന്നെങ്കിൽ വേറെ വൈകല്യങ്ങളൊന്നുമില്ല, ഡിഫോമിറ്റി ഒന്നുമില്ല, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ ആദ്യം സംശയിക്കേണ്ടത് ഈ കേൾവിക്കുറവ് എന്തെങ്കിലും കാണും. അതുകൊണ്ടായിരിക്കും മൂത്ത ചേച്ചി ഈ പ്രായത്തിൽ എന്തുവേരം വാക്കുകളാണ് പറഞ്ഞത്. പക്ഷെ അനിയൻ ഈ പ്രായമായിട്ടും 3 വയസ്സായിട്ടും പുള്ളി ചൊവ്വേന്നേരം സംസാരിക്കുന്നില്ല എങ്കിൽ, കാരണം നിങ്ങൾ ആദ്യം സംശയിക്കുന്ന കേൾവി. അപ്പം കേൾവിയുടെ സ്പെഷ്യലിസ്റ്റായി ഓഡിയോളജിസ്റ്റിനെ പോയി സമീപിച്ചിട്ട് നിങ്ങൾക്ക് കേൾവിക്കുറവ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. ഈ പേരൻസ്, ഇപ്പം ഞാനും 2 കുട്ടികളുടെ അച്ഛനാണ്. അപ്പം എൻ്റെ കുട്ടിയുടെ ഭാവിയിൽ എൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടുത്തെ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങളും കുട്ടികളുടെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് തരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഞങ്ങൾക്ക് ഈ കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ ലിമിറ്റഡാണ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന അച്ഛനും അമ്മയാണ്. സ്ഥിരമായിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എൻ്റെ കുട്ടി കതക് വലിച്ചടയ്ക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ടോ, അതേകൂട്ട് കുട്ടിയുടെ ഭാഷ എങ്ങനെയാണ്, കുട്ടിക്ക് ബിഹേവിയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെപ്പോലെ ഇത്രയും കഴിവുള്ള പേരൻസ് നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ ഏകദേശം നല്ല ധാരണ, ഒരു ന്യൂട്രലായിട്ട് നമ്മൾ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് അസസ് ചെയ്യാനായിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ടാവും. അതേപോലെ തന്നെ പ്രായമായവരുടെ കേൾവിക്കുറവിലാണെങ്കിൽ ഈ സമൂഹജീവി ഭാര്യയായിരിക്കും മിക്കവാറും ഭർത്താവിനെ ഒരു ഓഡിയോളജി സെൻ്ററിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. കാരണം ഈ ഭാര്യ പല പ്രാവശ്യം ഈ ഭർത്താവിനോടൊരു കാര്യം പറഞ്ഞിട്ടും മനുഷ്യനെ ഒരു ചായ വേണോ, അല്ലെങ്കിൽ ഇന്നൊരു സാധനം പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാവോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാലും ഇദ്ദേഹം പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തോ ആണ് കേട്ടതെങ്കിൽ ഈ ഭാര്യയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഭർത്താവാണെങ്കിൽ പോലും എൻ്റെ ഈ പറച്ചിലെല്ലാം വേസ്റ്റായി പോകുന്നുണ്ടല്ലോ. അതേപോലെ തിരിച്ചും ഭർത്താവായിരിക്കും ചിലപ്പം ഭാര്യയ്ക്ക് കേൾവിക്കുറവുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷേ കേൾവി എന്ന് പറയുന്നത് നമ്മൾ സമൂഹജീവിയാകുമ്പോൾ മറ്റൊരാൾക്ക് അത് ഫീൽ ചെയ്യും. അപ്പോൾ അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ പലപ്പോഴും നമ്മുടെ പ്രായമായവർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ സമൂഹത്തിൽ. ഒറ്റപ്പെടിയിൽ ഇപ്പം ഫോണൊക്കെ വളരെ കോമൺ ആണ്. ഇപ്പം മൊബൈൽ ഉപയോഗിക്കാത്ത കാരണവന്മാരിപ്പം ചുരുക്കമാണ്. ഇപ്പം മക്കളുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പം മക്കൾ കേരളത്തിൽ വേറൊരു ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തായിരിക്കാം, ഇന്ത്യയുടെ വേറൊരു ഭാഗത്തായിരിക്കാം. അവർ പറയുന്നതിന് നമുക്ക് പലപ്പോഴും നല്ല രീതിയിൽ കേട്ടില്ലെങ്കിൽ അവർ ചോദിക്കുന്നതൊന്ന്, നമ്മൾ ഉത്തരം പറയുന്നത് വേറൊന്ന്. അപ്പം കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ട് ഒരാൾ നമ്മളോട് പറയുമ്പോൾ അതേ അർത്ഥത്തിൽ കേട്ടാൽ മാത്രമേ ഉള്ളൂ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ 2 വേ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവുള്ളൂ. അപ്പം അതുകൂടാതെ ചിലപ്പം ഞങ്ങളുടെ ക്ലയൻസ് തന്നെ എത്രയോ പേര്, ചില വല്യച്ഛനും വല്യമ്മയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം പലരും വരുന്നു, പലത് പറയുന്നു, പക്ഷേ ഈ കേൾവിക്കുറവ് കാരണം ആ വീട്ടിൽ തന്നെ അവരൊരു കരിയേപ്പിലിയായി പോകുന്ന, ഒന്നിനും കൊള്ളാത്ത, അല്ലെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു കാലത്ത് നാഥ, വല്യച്ഛൻ, വല്യമ്മ, ആ ഒരു വളരെ അതോറിറ്റേറ്റീവായിട്ടുണ്ടാകുന്ന ആ ഒരു അധികാരത്തിൻ്റെ ആ ഒരു അഭിമാനവും, ഈ കുടുംബത്തിൻ്റെ കാരണവരാണ് ഞാൻ എന്ന് പറഞ്ഞുള്ള അഭിമാനവും,
പക്ഷേ ഈ കേൾവിക്കുറവ് കാരണം പലപ്പോഴും മക്കളോ കൊച്ചുമക്കളോ പറയുന്ന ഒന്നും മനസ്സിലാകാതെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ അവസ്ഥയിലോട്ട് എമ്പതി എന്ന് പറയും, നമ്മൾ ആ അവസ്ഥയിലോട്ടൊന്ന് ആകുമ്പോഴേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് അവരുടെ പെർസ്പെക്റ്റീവിലൂടെ ഈ കാര്യത്തെപ്പറ്റി ഒന്ന് കാണുമ്പോഴേ ഉള്ളൂ നമ്മളും ഒരിക്കൽ പ്രായമാവും. ഞാനിപ്പോൾ ഒരു ലൈഫ് ലോഞ്ചിവിറ്റി എത്രയാണെന്ന് എനിക്കറിയില്ല. നമ്മളും ഇപ്പം പ്രായമായി കന്നു കഴിയുമ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒന്നും നമുക്ക് മനസ്സിലാകാതെ വരുമ്പം, നമ്മളതിൻ്റെ ഒരു ഭാഗമല്ലാതായി തരുമ്പോൾ നമുക്ക് വളരെയേറെ ഒരു ഒറ്റപ്പെടൽ, ഒരു പ്രയാസം നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സഹാനുഭൂതി നമ്മുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ നമ്മുടെ വല്യച്ഛനും വല്യമ്മയും ഇങ്ങനെ കേൾവിക്കുറവ് വന്ന് ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ അവരെ ആ മുഖത്തുള്ള ആ ഒരു സങ്കടം, ആ ഒരു ദുഃഖം, ആ ഭാവം നമ്മളൊന്ന് മനസ്സിലാക്കാനും ശിഷ്ടകാലമെങ്കിലും നല്ല രീതിയിൽ അവർക്ക് മക്കളെ കേൾക്കാനും ഒക്കെ വളരെ നമ്മളൊരു ഹെൽപ്പ് ചെയ്യണം. അത് നിങ്ങളാണ് അൾട്ടിമേറ്റ്ലി ആ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ കേൾവി എന്ന് പറയുന്ന ഈ ഒരു ഫാക്കൽറ്റി നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളെയും ഇത് ബാധിക്കും. കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിലും അവരുടെ പഠിത്തത്തിലും അവരുടെ ബുദ്ധിവികാസത്തിലും എല്ലാം ഈ കേൾവിക്കുറവ് ബാധിക്കും. അപ്പോൾ നേരത്തെ തന്നെ കണ്ടെത്തണം. പ്രായമായവരിലാണെങ്കിൽ സൊസൈറ്റിയായിട്ടും കുടുംബമായിട്ടും നല്ല രീതിയിൽ സംവേദിക്കുന്നതിന് ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമാർഗ്ഗങ്ങളുണ്ട്. അപ്പം നമുക്ക് കാഴ്ചക്കുറവുള്ള നമ്മൾ കാഴ്ചക്കുറവിന് കണ്ണാടി വെക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പത്രം വായിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും എല്ലാം സാധിക്കും. അപ്പോൾ ഓർക്കുക, കേൾവിക്കുറവിനും പരിഹാരങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമല്ല. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റിയ പ്രൊഫഷണൽസ് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കേൾവിക്കുറവ് കണ്ടെത്തുക മാത്രമല്ല, അതിനുള്ള പരിഹാരമാർഗ്ഗങ്ങൾ ചെയ്യാനും അവർക്ക് കഴിവുണ്ട്. അതിനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിനുള്ളൊരു അവയർനെസ്, ഇങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ഒരു ധാരണ ഉണ്ടാകുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫണ്ടമെൻ്റലാണ്.